ആലപ്പുഴയിൽ SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ അരുംകൊലക്കിരയായ സ്വർഗീയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാന ദിനം ഇന്ന്. രാവിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലും BJP ആലപ്പുഴ വടക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിലും പുഷ്പാർച്ചന നടക്കും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പങ്കെടുക്കും. ലാളിത്യം നിറഞ്ഞ ചിരിയോട് മാത്രം കണ്ടിരുന്ന BJPയുടെ യുവനേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സ്വർഗീയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 2021 ഡിസംബർ 19 SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അമ്മ വിനോദിനിയുടെയും ഭാര്യ ലിഷ രഞ്ജിത്തിൻ്റെയും മക്കളായ ആദ്രയുടെയും ഹൃദയയുടെയും മുന്നിൽ വെച്ചായിരുന്നു മതതീവ്രവാദികളുടെ പൈശാചിക പ്രവൃത്തി. അക്രമികളുടെ ക്രൂരതയുടെ ആഴം തിരിച്ചറിഞ്ഞ കോടതി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 4 വർഷത്തിനിപ്പുറവും രഞ്ജിത്ത് ശ്രീനിവാസന്റെ സംഘടനാ പ്രവർത്തന മികവും ദേശീയതയിലും ആദർശത്തിലും ഉറച്ചുനിന്ന ജീവിതവും ഓരോ പ്രവർത്തകർക്കും ഊർജം പകരുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹം OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരവെയാണ് മത തീവ്രവാദ ശക്തികൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കടന്നു ചെന്ന് സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഹത്യ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ആദർശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ച് എന്നും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു മാർഗദർശകത്വം നൽകുന്ന ബലിദാനമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബലിദാനത്തിലൂടെ വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ 10 രഞ്ജിത്ത് ശ്രീനിവാസന്റെ വസതിയിലും തുടർന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബലിദാന ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തും. RSSന്റെ മുതിർന്ന കാര്യകർത്താക്കളും BJPയുടെ മുതിർന്ന നേതാക്കളുമടക്കം പുഷ്പാർച്ചനയിൽ പങ്കെടുക്കും. വൈകിട്ട് 5 ആലപ്പുഴ ഭട്ടതിരിപ്പുരയിടത്തിലാണ് അനുസ്മരണവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുക. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് നിർവഹിക്കും. ജനം, ആലപ്പുഴ.